നമസ്കാരം. റിപ്പോർട്ടർ ചാനൽ കേരളത്തിനുണ്ടാക്കിയത്രയും വിപത്ത് മറ്റൊരു ചാനലും ഈ നാടിനുണ്ടാക്കിയിട്ടില്ല. വർഗീയ വിഷം തുപ്പുന്ന കാര്യത്തിൽ മീഡിയ വൺ മറ്റെല്ലാ ചാനലുകളെയും തോൽപ്പിച്ച് മുമ്പിൽ നിന്ന് ഈ സമൂഹത്തെ വിഷലിപ്തമാക്കാറുണ്ടെങ്കിലും അവരുടെ മേൽ നമുക്ക് അഴിമതി ആരോപണമോ തട്ടിപ്പോ ഉന്നയിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ തട്ടിപ്പുകൾ നടത്തുകയും ആ തട്ടിപ്പിന് കുടപിടിക്കാൻ വേണ്ടി തട്ടിപ്പുകാർ തന്നെ ഒരു ചാനൽ വിലയ്ക്ക് വാങ്ങുകയും ചെയ്തതോടെ ഈ നാടിൻ്റെ നാശത്തിലെ ഏറ്റവും വലിയ വഴിയായി മാറി റിപ്പോർട്ടർ ചാനൽ. റേറ്റിങ്ങിന് വേണ്ടി റിപ്പോർട്ടർമാരെ ഇളക്കി വിട്ട് വായിൽ തോന്നുന്ന നുണകളെല്ലാം അവർ വാർത്തയാക്കും. റിപ്പോർട്ടർ ചാനൽ അവതരിപ്പിക്കുന്ന ഒരു വാർത്തയും വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. അവർക്ക് റേറ്റിംഗ് മാത്രം മതി. റേറ്റിംഗിൽ മുൻപിൽ നിന്ന് തങ്ങളുടെ തട്ടിപ്പ് കച്ചവടങ്ങൾ കൊഴുപ്പിക്കുകയാണ് റിപ്പോർട്ടർ മുതലാളിമാർ എന്നവകാശപ്പെടുന്ന ബിനാമികളുടെ രീതി. വാസ്തവത്തിൽ അഗസ്റ്റിൻ സഹോദരന്മാർക്ക് തട്ടിപ്പല്ലാതെ മറ്റെന്തെങ്കിലും കച്ചവടം അറിയാം എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. തട്ടിപ്പിൽ ഡോക്ടറേറ്റ് എടുത്തവരാണ് ഇവരെന്ന് പറഞ്ഞാൽ അതിശയിക്കേണ്ടതില്ല. ഇവരുടെ ഇതുവരെയുള്ള ജീവിതം പരിശോധിച്ചാൽ തട്ടിപ്പ് മാത്രമാണ് ഇവർ നടത്തിയിട്ടുള്ളത്. അനേകം തട്ടിപ്പ് കേസുകളിൽ ഇവർ ജയിലിലായിട്ടുണ്ട്. ഒടുവിൽ സമൂഹത്തിൽ മാന്യത ചമയാൻ തട്ടിപ്പിന് ആഴം കൂട്ടാൻ വേണ്ടിയാണ് അവർ കോടികൾ കൊടുത്ത് റിപ്പോർട്ടർ ചാനൽ വാങ്ങിയതും മിടുക്കനാണെങ്കിലും പണത്തോട് ആർത്തിമൂത്ത ഡോക്ടർ അരുൺകുമാറിനെ ഇതിൻ്റെ തലപ്പത്ത് വെച്ച് ഈ തട്ടിപ്പിന് കുടപിടിച്ചതും. അഗസ്റ്റിൻ സഹോദരന്മാർ റിപ്പോർട്ടർ ചാനൽ സ്വന്തമാക്കിയതിൻ്റെ പിന്നിൽ പോലും ഇവരുടെ തട്ടിപ്പ് കച്ചവട താല്പര്യമാണ്. മാംഗോ ഫോണും മുട്ടിൽ മരമുറിയും മെസ്സി നാടകവും ഒക്കെ മാത്രമല്ല, ഇപ്പോഴും പുറത്തു വരാത്ത അനേകം സാമ്പത്തിക തിരിമറികൾ ഇവരുമായി ബന്ധപ്പെട്ട് അണിയറയിൽ നടക്കുന്നുണ്ട്. ശത്രുക്കളെ ഏതു വിധത്തിലും ഇല്ലാതാക്കാൻ അവർ ഏതറ്റം വരെ പോവുകയും ചെയ്യും. അതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് 3 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കള്ളക്കേസിൽ കുടുക്കിയത്. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തേക്ക് വന്നിരുന്നു. ഒരു SP-യുടെയും ഒരു DYSP-യുടെയും ഒരു CI-യുടെയും പേരിൽ ബലാത്സംഗത്തിന് കേസെടുക്കാൻ പൊന്നാനി മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടതായിരുന്നു ആ വാർത്ത. അതിൻ്റെ പിന്നാമ്പുറം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണെങ്കിലും ഒരിക്കൽ കൂടി അത് വാർത്തയാകുമ്പോൾ മറന്നു പോകാൻ പാടില്ല. പിണറായി സർക്കാരിൻ്റെ തണലിൽ 3ാം ഭരണത്തിന് വേണ്ടി നുണപ്രചരണത്തിൻ്റെ കൊട്ടേഷൻ ഏറ്റെടുത്താണ് റിപ്പോർട്ടർ ചാനൽ എല്ലാ അഴിമതികൾക്കും പിന്തുണ ഉറപ്പാക്കിയത്. ഇവരുടെ മേൽ ചുമത്തപ്പെട്ട ഏറ്റവും ഗുരുതരമായ കുറ്റകൃത്യമായിരുന്നു മുട്ടിൽ മരമുറി കേസ്. മേപ്പാടി താലൂക്കിന് കീഴിലുള്ള മുട്ടിൽ വില്ലേജിലെ അനേകം ആദിവാസികളുടെ തടങ്ങുന്ന ഭൂമിയിൽ നിന്ന് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള തേക്കും ഈട്ടിയും അടക്കം ഒരിക്കലും മുറിക്കാൻ പാടില്ലാത്ത 100 കണക്കിന് മരങ്ങൾ മുറിച്ചു കടത്തി എന്നതാണ് കേസ്. ഈ മരങ്ങൾ മുറിച്ചു കടത്താൻ അന്ന് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ ജയതിലക് ഒത്താശ ചെയ്തു. അതിന് പ്രതിഫലമായി പിന്നീട് അദ്ദേഹത്തിന് 2 സർക്കാരിൽ ചീഫ് സെക്രട്ടറി പദവിയിൽ ഇരിക്കാൻ കഴിഞ്ഞു. പിണറായിയുടേതായിരുന്നു തുടർഭരണമെങ്കിൽ റിട്ടയർ ചെയ്തതിനു ശേഷവും ഉന്നത പദവി ഉറപ്പായിരുന്നു ഡോക്ടർ ജയതിലകിന്. അങ്ങനെ സംഘടിപ്പിച്ച ഉത്തരവിൻ്റെ പുറത്ത് വ്യാജ അപേക്ഷയും വ്യാജരേഖകളും ഉണ്ടാക്കി കോടിക്കണക്കിന് രൂപയുടെ വിലപിടിപ്പേറിയ പഴയ മരങ്ങൾ മുറിച്ചു കടത്തി. എന്നാൽ വനം വകുപ്പിലെ തൻ്റെ ഇടമുള്ള ചില ഉദ്യോഗസ്ഥർ അത് കണ്ടെത്തുകയും ഈ മരങ്ങൾ തിരിച്ച് മേപ്പാടിയിൽ എത്തിക്കുകയും ചെയ്തു. ഇത് മാധ്യമങ്ങളിൽ വാർത്തയാവുകയും റിപ്പോർട്ടർ മുതലാളിമാർ ജയിലിലാവുകയും ചെയ്തു. അന്ന് ഇവർ റിപ്പോർട്ടർ ചാനൽ തുടങ്ങിയിട്ടില്ലെന്ന് ഓർക്കണം. ഒന്നിനുമേൽ ഒന്നായി പുതിയ തട്ടിപ്പുകൾ തുടങ്ങുക, പണം അടിച്ചു മാറ്റുക എന്നിവയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സമയമാണത്. ഈ സമയത്ത് ഇവർക്കെതിരെ കേസെടുത്തതും കേസ് മുറുക്കിയതും VV ബെന്നി എന്നു പേരുള്ള DYSP ആയിരുന്നു. ബെന്നിയെ പണം കൊടുത്ത് മറിക്കാൻ അവർ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. ബെന്നി വഴങ്ങാത്തതുകൊണ്ട് പിണറായി സർക്കാരിന് കേസ് അട്ടിമറിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും സാധിക്കാതെ പോയി. വാർത്തകളിൽ ഇടം പിടിച്ചതുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റാനുള്ള ഇവരുടെ ശ്രമം വിജയിച്ചില്ല. പിന്നീട് ബെന്നിക്ക് താനൂരിലേക്ക് സ്ഥലം മാറ്റം കിട്ടിയപ്പോഴും ഈ അന്വേഷണം തുടരാൻ കോടതി നിർദ്ദേശിച്ചതോടെ റിപ്പോർട്ടർ മുതലാളിമാർ വെട്ടിലായി. അങ്ങനെയാണ് ബെന്നിയെ കൊടുക്കാൻ സ്ഥിരം പരാതിക്കാരിയായ ഒരു സ്ത്രീയെ രംഗത്തിറക്കിയത്. ഓട്ടോറിക്ഷയിൽ പോകുമ്പോൾ ഓട്ടോറിക്ഷക്കാരൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ബെന്നിയുടെ കീഴിൽ പൊന്നാനി SHO ആയിരുന്ന വിനോദിനെ പോയി കാണുകയാണ് ആ സ്ത്രീ. വിനോദ് അപ്പോൾ തന്നെ കേസെടുത്തു, പരാതി അന്വേഷിച്ചു, ഓട്ടോറിക്ഷക്കാരനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. എന്നാൽ അവരുടെ ലക്ഷ്യം അതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് വിനോദ് തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ് ഈ സ്ത്രീ അന്ന് താനൂർ DYSP ആയിരുന്ന ബെന്നിയെ പോയി കാണുന്നു. ബെന്നി അന്വേഷിക്കാൻ ഉത്തരവിടുന്നു. പക്ഷേ പിന്നെ സംഭവിച്ചത് ഞെട്ടിക്കുന്നതാണ്. SHO വിനോദിനെതിരെ പരാതി പറയാൻ ചെന്നപ്പോൾ DYSP ബെന്നി തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ് ഈ സ്ത്രീ SP സുജിത് ദാസിന് പരാതി കൊടുക്കുന്നു. ഒടുവിൽ
SP സുജിത് ദാസും പരാതിപ്പെട്ടു എന്ന് പറഞ്ഞ് അവർ പോലീസിന് പരാതി കൊടുക്കുകയും ആ പരാതി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു. 3 പോലീസ് ഓഫീസർമാർ തന്നെ മാറി മാറി ബലാത്സംഗം ചെയ്തു എന്ന ബ്രേക്കിംഗ് ന്യൂസ് അവതരിപ്പിക്കാൻ റിപ്പോർട്ടർ ചാനൽ തീരുമാനിക്കുന്നു. റിപ്പോർട്ടർ ബിഗ് എക്സ്ക്ലൂസീവ് എന്ന നിലയിൽ വലിയ വാർത്തകൾ സൃഷ്ടിക്കുന്നു. എന്നാൽ റിപ്പോർട്ടറിന്റെ വാർത്ത പുറത്തു വരുന്നതിന് മുൻപ് റിപ്പോർട്ടറിന്റെ തട്ടിപ്പ് ബിഗ് എക്സ്ക്ലൂസീവ് ഈ വ്യാജ ബലാത്സംഗ കേസാണ് എന്ന് പറഞ്ഞ് ഏഷ്യാനെറ്റ് വാർത്ത കൊടുത്തതോടെ അത് ചീറ്റിപ്പോകുന്നു. പോലീസ് കേസെടുക്കാൻ വിസമ്മതിക്കുന്നു. റിപ്പോർട്ടർ ചാനൽ ഉദ്ദേശിച്ചതുപോലെ മറ്റാരും ആ വാർത്ത ഏറ്റെടുക്കുന്നില്ല. ഒടുവിൽ പൊന്നാനി മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുകയാണ് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട്. BNS നിലവിൽ വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു വ്യക്തി ഒരു മജിസ്ട്രേറ്റ് കോടതിയിൽ പോയി CMB ഇട്ട് കേസെടുക്കാൻ ആവശ്യപ്പെട്ടാൽ ആ പരാതിയിൽ പറയുന്ന വകുപ്പുകളൊക്കെ ചുമത്തി കേസെടുക്കാൻ കോടതി പറയുന്ന രീതിയുണ്ട്. അങ്ങനെ FIR ഇട്ടതിന് ശേഷം അന്വേഷിച്ച് വേണമെങ്കിൽ കേസ് റെഫർ ചെയ്യാം. എന്നാൽ ഇവിടെ ഇത് സമ്പൂർണ്ണമായും തട്ടിപ്പ് കേസായതുകൊണ്ടും പ്രതികൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരായതുകൊണ്ടും പോലീസ് ആദ്യം തന്നെ അന്വേഷിച്ച് കേസെടുക്കാൻ നിവൃത്തിയില്ല എന്ന് മജിസ്ട്രേറ്റ് കോടതി അറിയിക്കുന്നു. ഇതിനെതിരെ റിപ്പോർട്ടറിന്റെ പിന്തുണയോടെ ഈ സ്ത്രീ ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിലും ഡിവിഷൻ ബെഞ്ചിലും റിപ്പോർട്ടർ ചാനലിന് തിരിച്ചടി കിട്ടുന്നു. മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് റദ്ദു ചെയ്യുന്നു. റിപ്പോർട്ടറിന്റെ പിന്തുണയോടെ ഈ സ്ത്രീ സുപ്രീം കോടതിയെ സമീപിക്കുന്നു. സുപ്രീം കോടതി ഇതിൽ ഇടപെടാൻ വിസമ്മതിക്കുകയും ഇത് മജിസ്ട്രേറ്റ് കോടതി തീരുമാനിക്കേണ്ടതാണ് എന്ന് പറയുകയും ചെയ്യുന്നു. 2 വർഷം പിന്നീട് ഒന്നും സംഭവിച്ചില്ല. 2 വർഷത്തിന് ശേഷം കഴിഞ്ഞ ദിവസം പൊന്നാനി മജിസ്ട്രേറ്റ് കോടതി ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്യാൻ ഉത്തരവിടുന്നു. ഇതൊരു സാധാരണ കാര്യം മാത്രമാണ്. ബലാത്സംഗ കേസിൽ ഒരു FIR ഇട്ടു എന്നതുകൊണ്ട് അറസ്റ്റ് ചെയ്യണം എന്നൊരു നിർബന്ധവുമില്ല. FIRന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തി നിലനിൽക്കില്ലെങ്കിൽ റെഫർ ചെയ്യാൻ കൊടുത്താൽ ഇതേ കോടതി തന്നെ റെഫർ ചെയ്യും. എന്നാൽ ഒരു FIRൽ തങ്ങളുടെ പേരിങ്ങനെ കിടക്കുന്നത് അനുചിതമായതുകൊണ്ട് SP സുജിത് ദാസും DYSP ബെന്നിയും SHO വിനോദും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. വേണ്ട വിധത്തിൽ മനസ്സ് അപ്ലൈ ചെയ്യാതെയാണ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത്. അതുകൊണ്ട് ആ ഉത്തരവ് റദ്ദാക്കണം. ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നാണ് ഉദ്യോഗസ്ഥന്മാർ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓർക്കണം, ഒരു സർക്കിൾ പൂർത്തിയാക്കിയിട്ട് 2ാം സർക്കിളിൽ എത്തിയിരിക്കുകയാണ് ഈ വിവാദം. റിപ്പോർട്ടർ ചാനൽ ഏതു വിധത്തിലും തങ്ങളുടെ രാഷ്ട്രീയ ശത്രുക്കളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമെന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെയുള്ള പുതിയ കേസ്. ഇവർ ലോകത്താരെക്കുറിച്ചും എന്ത് വൃത്തികേടും പറയാം. തങ്ങളെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ രാജ്യത്തിന് നാനാഭാഗത്തും കേസ് കൊടുത്ത് പേടിപ്പിക്കും എന്നതാണ് റിപ്പോർട്ടർ മുതലാളിമാരുടെ രീതി. കേരളത്തെ കാർന്നു തിന്ന ഈ രോഗം അവസാനിപ്പിക്കുമെന്ന് പണ്ട് UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞെങ്കിലും ഇപ്പോൾ അനക്കമൊന്നുമില്ല. കിറ്റെക്സ് മുതലാളി സാബു M ജേക്കബും BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരുമൊക്കെ ഇവരുടെ വൃത്തികേടിനെതിരെ രംഗത്ത് വരികയും കേസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തിന് തിയാറ റോസ്മേരി എന്നു പേരുള്ള ഒരു മജിസ്ട്രേറ്റ് പോലും ഇവർക്കെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് രംഗത്ത് വന്നു. പക്ഷേ റിപ്പോർട്ടർ ചാനൽ ഇപ്പോഴും വിഷം ചീറ്റുകയാണ്, നുണയുടെ വിഷം. റിപ്പോർട്ടർ ചാനൽ നിലയ്ക്ക് നിർത്താൻ പോലീസിന് കഴിയുന്നില്ലെങ്കിൽ ഈ നാടിൻ്റെ ഗതികേട് പരകോടിയിലെത്തും.